ഹായ്, ഞാൻ ഷബി തിരൂരാണ്. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഇവരെ കൂടെ ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിന് മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാണ്ടിമുറ്റത്ത് നിന്നാണ്. പാണ്ടിമുറ്റം ടു ലാസ്റ്റ് കുറേ വഴികളുണ്ടൊക്കെ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ചെന്നൈയിലെത്തും. അവിടെ ചെന്നൈയിലാണ് എൻഡ് വരുന്നത്. പിന്നെ ബാക്കി നമ്മളെ നാട്ടിലേക്ക് തിരിച്ചിട്ടേ വരും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, വീഡിയോ പോവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകാരന് സബീർ ഇന്ന് ഒരു യാത്ര പോവുകയാണ്. എവിടേക്കാണ് എന്താണ് എന്നുള്ളതൊക്കെ കൂടുതൽ വീഡിയോസിൽ വരുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. ഒരു ലക്ഷ്യമുണ്ട് ഈ യാത്രക്ക്. എന്തൊക്കെയാണ് പറയാനുള്ളത്? എല്ലാവരും നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യണം. അതുപോലെ നമ്മളെ ഓരോ ഇൻഫർമേഷൻ ഡെയിലി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം കാനൂരിൽ നിന്നും പോലീസുകാർ എത്തിയതിന് ശേഷം നമ്മൾ ഈ യാത്ര തുടരുന്നതാണ്. തീർച്ചയായും പ്രകടനമായിട്ട് നമ്മളെ വീഡിയോ ആയി തുടക്കത്തിൽ തന്നെ ഉണ്ടാകും. വണ്ടി ഇവിടെ സൈഡായി പാണ്ടി യാത്ര ആയിട്ട് ജംഗ്ഷനാണ്. ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താ നമ്മളെ കൂടെ യാത്ര ചെയ്യാൻ വിളിച്ചോ? ശരി, നിങ്ങളെ പേര് ഫാസിൽ ഗൂഡല്ലൂര്. ഓക്കെ, പിന്നെ നമ്മളെ ഗഫൂർക്ക ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളി. നമ്മളൊരു മിഷനിലാണ്. മിഷൻ ഹെൽത്ത് ഇന്ത്യ സേ നോ ടു ഡ്രഗ്സ്. ഇന്ന് യുവാക്കളിലും വിദ്യാർത്ഥികളിലും ധാരാളമായിട്ട് നമ്മൾ കാണുന്നതാണ് ഡ്രഗ്സ്. വിദ്യാർത്ഥികളിൽ ഇതിന് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സമൂഹത്തിൽ നിർത്തലാക്കാൻ നമുക്ക് സാധിക്കണം. ഇതിനെല്ലാവരും ഇതിന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ബാധ്യതയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളത്. അതുമൂലം ഒരുപാട് ആക്രമണങ്ങളും പല രീതിയിലുള്ള സൊസൈറ്റിക്ക് ഒരുപാട് ആപത്ത് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മിഷനൊപ്പം നിങ്ങളെല്ലാവരും ചേരുക. ഓക്കെ, സേ നോ ടു ഡ്രഗ്സ്. ചെറിയൊരു ചർച്ചയിലാട്ട പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. മിഷൻ ഹെൽത്തിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇയോൺ എന്ന വണ്ടിയിലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇനാഗുറേഷൻ പ്രോഗ്രാമാണ് ഇന്നത്തെ ദിവസത്തിൽ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് DYSP P പ്രമോദ് സാറ്, കരാട്ട ബ്ലാക്ക് ബെൽറ്റ് P മുനവർ സാർ എന്നിവരെല്ലാം പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര നമ്മൾ 26 ദിവസത്തെ ഒരു ഓൾ ഇന്ത്യൻ ലെവലിൽ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നൊരു ആശയം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ എല്ലാവർക്കും ഈ ഒരു ആശയം എത്തിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യാത്രയുടെ പേര് മിഷൻ ഹെൽത്ത് ഇന്ത്യ സേ നോ ടു ഡ്രഗ്സ് എന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ പാണ്ടിമുറ്റത്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡേ 1. അതെല്ലാം യൂട്യൂബിൽ ഫുള്ള് വ്ളോഗായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കാലിക്കറ്റ് പോയി കാസർഗോഡിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് നെക്സ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും. ഈ ഒരു യാത്രയിലുള്ള എല്ലാ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് തന്നെ നമ്മളെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ വിധത്തിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അബ്ദുൽ ഗഫർ MTയുടെ കോർഡിനേഷനിലാണ് മിഷൻ ഹെൽത്ത് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള 3 പേരുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ പാണ്ടിമുറ്റത്തു നിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. എന്നിട്ട് മംഗലാപുരം വഴി ഗോവ, രാജസ്ഥാൻ, അതുപോലെ തന്നെ ഹരിയാന, ഗുജറാത്ത്, അതുപോലെ തന്നെ ഡൽഹി, UP, തെലങ്കാന, പിന്നെ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുള്ള തിരുപ്പതി, ചെന്നൈയിലാണ് നമ്മളെ ഈ ഒരു യാത്ര എൻഡിങ് ചെയ്യുന്നത്. നമ്മളെ യാത്രയുടെ സ്വഭാവം എന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഡ്രഗ്സിനെ പറ്റിയുള്ള, അതുപോലെ തന്നെ ഇതിൻ്റെ അവയർനെസ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ അവയർനെസ്സും ഈ മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. DYSPയുടെ സംസാരത്തിന് ശേഷം നമ്മളുടെ പ്രോഗ്രാം നമ്മൾ ഫ്ലാഗ് ഓഫിലേട്ടാണ് നമ്മൾ കടന്നിട്ടുള്ളത്. അതിനുശേഷം ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് 4 പേരും കാറിലേക്ക് കടന്നിട്ട് ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. എന്നിട്ട് നമ്മൾ കാസർഗോഡിലേക്ക് ഡയറക്റ്റ് നാഷണൽ ഹൈവേ വഴി ഡയറക്റ്റ് പോകാണ് അല്ലേ? യെസ്, നമ്മുടെ ഫാസിൽ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും 4 പേരും
വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാണ്ടിമുറ്റത്ത് ജനങ്ങൾ വളരെ സപ്പോർട്ടായിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ഫസ്റ്റ് ടു ഈ ഒരു പരിപാടിയുടെ നമ്മുടെ ഈ ഒരു ഫ്ലാഗ് ഓഫ് വരെ പാണ്ടിമുറ്റത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഈ ഒരു യാത്ര ഫുൾ ഓഫ് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണമായിരുന്നു. പിന്നെ ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപാട് എഫേർട്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ടായിരുന്നു. ഇനി ഈ മിഷന് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ സഹായമാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ മിഷനിലുള്ള എല്ലാ അപ്ഡേറ്റും നമ്മളുടെ ഭാഗത്ത് ഞങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി അതുപോലെ തന്നെ മൗത്ത് ടു മൗത്ത് ആയിട്ടും നിങ്ങളെല്ലാവരെയും ഈ ഒരു മിഷൻ അറിയിക്കുക. അപ്പോൾ ഈ ഒരു യാത്ര നമ്മൾ ഒരുമിച്ച് തുടങ്ങുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മൗത്ത് ടു മൗത്ത് ആയിട്ട് സംസാരിക്കുക. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു മിഷന് എല്ലാവരിലേക്കും അവയർനെസ് ചെയ്തുകൊണ്ട് ഡ്രഗ്സ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് വലിയൊരു വിപത്താണ് എന്നൊരു ആശയം എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടെല്ലാം വേണ്ടതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ യാത്രയുടെ ചുരുക്കം, ചെറിയൊരു വിവർത്തനം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കൂടെ തന്നെ വേണം, എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യും. പിന്നെ ഡെയിലി അതേപോലെ തന്നെ അപ്ഡേറ്റ് ഇങ്ങനെ കിട്ടിക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പോലെ അപ്പൊ നമ്മളെ യാത്ര ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് പാണ്ടിമുറ്റത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് ഓഫ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഓരോ ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ ഇതിൽ വിടുന്നാവും. അതുപോലെ തന്നെ